ടീമാ ആ എവിടെ ഇതാ ഞാൻ ഇവിടെ. നിങ്ങളല്ല ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ വിളിച്ചു എപ്പോ വിളിച്ച ആർക്കും ഞാൻ എന്താ പറയ്. അല്ല ഇപ്പൊ അങ്ങോട്ട് പോയി ഉപ്പ പുറത്തേക്ക് ഏതാ എങ്ങോട്ട് പുറത്തേക്ക് എന്തെങ്കിലും തിന്നാണ്ടാക്കണമെങ്കിൽ ഉപ്പ പോയെങ്കിലല്ലേ പറ്റുള്ളൂ. ഇജ്ജ് ഏത് നേരം ഫോണുമ്പോൾ കളിച്ചിട്ട് പുറത്തേക്ക് പോയിട്ട് നിൽക്കല്ലേ. അതല്ല ഇന്റെ കാര്യത്തിൽ ഇപ്പൊ നിങ്ങളെ തീരുമാനം എന്താ? എന്ത് തീരുമാനം? ഞാൻ എന്ന് പറയുമ്പോ എനിക്ക് പെണ്ണെട്ടണം എന്നുള്ളത് ഉപ്പ പറഞ്ഞേക്കണ് അന്നെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണില്ല. കല്യാണം കഴിപ്പിക്കണില്ല എന്താണത്? എന്റെ ഗുണം കൊണ്ട് തന്നെ എനിക്ക് ഞാനിന്നിപ്പോ ആ ബ്രോക്കറോട് കുഞ്ഞലിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞാണ്. പറഞ്ഞേക്ക് ഉപ്പ നല്ല രസമുള്ള ഒരു കുട്ടി ഉണ്ടല്ലോ, അതാകുമ്പോ നിങ്ങൾക്ക് നല്ലൊരു മരുവളെ കിട്ടുമെന്ന്. പക്ഷെ എനിക്ക് പണിയണ്ടേ? പണി വേണ്ടേ? കല്യാണം കഴിച്ച കുറച്ച് സ്ത്രീധനൊക്കെ കിട്ടൂലേ? അപ്പൊ അതുകൊണ്ടാണ് ജീവിച്ചാ പോരെ. കിട്ടു എന്തായാലും വേണ്ടില്ല, നിങ്ങൾ എന്ത് തീരുമാനിച്ചാലും വേണ്ടില്ല. ഇന്നിവിടെ ബ്രോക്കറിന് വേറെ വരും. ഇപ്പൊ എന്നോട് നിങ്ങൾ കാര്യങ്ങളോട് പറഞ്ഞാളി. ഞാൻ അങ്ങാടി പോയിട്ടേ കൊണ്ടുവരാം. നമ്മള് പറഞ്ഞോളാം. അത് പറഞ്ഞു കൊടുത്താളി. സുരേഖ സുരേഖ മെറ്റുവാണ് എത്ര മടി അങ്ങനത്തെ ചെവി വെക്കണില്ലേ? പറയ്. ഈ സാധനം ആയിക്കോട്ടെ. പിന്നെ അവളെ ചെക്കനോട്ട് വന്നീനോ? വന്നിരുന്നു. ഓന് കല്യാണക്കാരൊക്കെ പറഞ്ഞു ഓനെ കൊണ്ട് അങ്ങാടിക്ക് ഇറങ്ങാൻ പറ്റാൻ പറ്റേ? കണ്ട ആൾക്കാരെ ബ്രോക്കർമാരൊക്കെ ഏൽപ്പിച്ചാണ്ട് നടക്കാനെന്ന് തീരുമാനം എടുക്കാന് പേരെ കൊണ്ടെടുക്കാൻ സോന എങ്ങനെ പെണ്ണാണ്ട് ഇടിച്ചു കൊടുക്കുക? നിങ്ങൾ ബാപ്പി പോന്നെ എന്താ കാട്ടിക്കോളെ. അതല്ല എനിക്കൊരു ഉത്തരവാദിത്വം ഇല്ല. ഇതിനോടൊന്നും പറയണ്ട. ഇത് വല്ലാത്ത കുതിരാണല്ലേ ജി. നമ്മൾ ചോദിച്ചാ ഇവിടെ വെച്ചോളൂ. ആ ചേക്കനോട് വരുമ്പോ എന്നെ കണ്ടിട്ട് പോയാൽ മതി പറഞ്ഞാ. നീ പുറത്ത് പോകുമ്പോഴത്ത് പോയി പോയത് ഓന്റെ ഇടക്കൗത്ത് കൊടുക്കാം. എന്റെ ഇടക്കൗത്ത് ഞാൻ കൊടുക്കും. മനസ്സിലാക്കി വേണ്ടി. സൂരേഖ ഒരു വട്ടം ഇങ്ങോട്ട് വാ. എത്ര നേരമായി ചോദിച്ചത്? ഉണ്ടാക്കിയിട്ട് അവിടെ വേഗം കൊണ്ടുപോയി കക്കമാണെങ്കിൽ മനുഷ്യന്റെ അല്ലെങ്കിൽ കുടുംബം നോക്കണോനി എന്ന് കിടന്ന് കറങ്ങൽ തന്നെ ഉണ്ടാവില്ല. സുഖൂർ അച്ഛ പറഞ്ഞു എന്നോട് കല്യാണത്തിന്റെ കാര്യോ ശരിയാണോ? നിങ്ങളോട് വേഗം നോക്കണമെന്ന് ഓനാ കുഞ്ഞൽവിനോട് പറഞ്ഞാൽ അറിയോ? നല്ല ചുറുക്കുള്ള പെണ്ണു വേണം, പിന്നെ എത്ര സ്ത്രീധനമാണോ. ഒരു പണിക്കും മാസം ഓനെ നാട്ടുകാര് ലക്ഷം ഇങ്ങനെ എടുത്തേച്ചിരിക്ക. എന്നോട് എപ്പോഴും ഇത് പറയുമ്പോ എനിക്ക് ഒരുക്കും അവനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തൂടെ? നമ്മള് പറഞ്ഞു മടുത്തതാണ്. എന്ത് മടുക്കണേ? മടുക്കും വരെ പറയണ്ടേ ഈ ഇന്നോട് മറ്റേ പൊട്ടനീച്ച ബാക്കിൽ നടക്കണ എന്റെ ബാക്കിൽ നടന്ന് എത്ര കെ ജി വിളിച്ചു പറഞ്ഞേ. അപ്പൊ അതിന്റെ അതേമാതിരി എന്റെ മോന് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് അറിയില്ല. എന്നോട് പറയുന്നത് കുഞ്ഞനൽവി ഇങ്ങോട്ട് വരാറുണ്ടേ. എന്ത് സാധനങ്ങളാ അത്? നമുക്ക് അതൊക്കെ കഴിയുള്ളൂ. കുഞ്ഞാലി എങ്ങോട്ട് വരാന്ന് പറഞ്ഞത്? ഇങ്ങോട്ട് വരാറുണ്ട്. എത്തിന്? ആ പെണ്ണിന്റെ കാര്യം പറയാൻ വേണ്ടി. ഓൻ വരുമ്പോ ഓനെ ഞാൻ നേരിട്ടോളാം. വണ്ടിനൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ചിലപ്പോ ചെറുക്കനാവോ വരുന്നത്. ഇത് അടുക്കള പോയിക്കോ വെക്കാണ്ട്. അങ്ങോട്ട് നടക്കാം. കമ്മക്ക കുഞ്ഞാലി വരുന്ന കേട്ടുവാ കേറി കേട്ടു. ഞാനെ കാത്തിരിക്കാം. ഉത്തരണ എത്ര ചെറുക്കാനോട് പെണ്ണിന്റെ അധികാരം ചെറുക്ക പറഞ്ഞു എനിക്ക് തീരെ സുഖം. അന്ത് ഓനൊരു പണി തൊഴിലില്ലാതെ നടക്കല്ലേ. ചെറുക്കൻ പെണ്ണിട്ടാനേക്കണല്ലോ. ഇങ്ങനെ ഈ ചെറുക്കന്മാരെ വെറുതെ പൂതിയപ്പിച്ചാല് ഈ ചെറുക്കന്മാരെന്താണ്ട്? ഞാൻ ചെറുക്കന്മാരെ പൂതിയപ്പിച്ചല്ല. സുലൈഖാക്ക് ഇവിടെ ഒരു യൂജാണ്. പൂങ്കോയികൾ കൊത്തുന്ന മാതിരി പെണ്ണുങ്ങളായിട്ട് കൊത്തുകയാണ്. പൊന്നാര കമ്മൊക്കെ നിങ്ങളെ മോൻ എന്റെ അടുത്ത് എന്ന് പറഞ്ഞല്ലേ എനിക്ക് പെണ്ണെട്ടണം നിന്റെ പിന്നാലെ പെണ്ണ് കെട്ടണം എന്ന് പറഞ്ഞു വിചാരിച്ചാൽ കെട്ടിച്ചു കൊടുക്കാൻ പറ്റുമോ? എനിക്കിപ്പോ കമ്മീഷൻ കിട്ടുമോ? അവൻ പറഞ്ഞു എന്റെ ഇപ്പൊ നോക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞോണ്ട് എന്നോട്ട് പറഞ്ഞു. കാലകാലം വളഞ്ഞു വെച്ചാണ് ഞാൻ ഇനി ഓനെ പെണ്ണ് കുറിച്ച് തിന്നാൻ കൊടുക്കാൻ നിൽക്കുക. പണിയും കാര്യമൊന്നും ഇല്ല. ഏത് പണിയായി ഇവിടെ മൊബൈല് കളിച്ച് കേൾക്കുക അവിടെ. അവൻ പറഞ്ഞു ഞാൻ കടയിലാണെന്നൊക്കെ പറഞ്ഞില്ല. നമുക്ക് എനിക്ക് കുറച്ച് തറവാട്ട് കുറച്ച് മുതലൊന്നും ഇറക്കടില്ല. ഞാൻ കഴിഞ്ഞോടെ തേങ്ങി മറ്റേ ഇറക്കിയിട്ട് കാണ്ടി. അപ്പൊ ഓനക്ക് പറ്റിയ പെൺകുട്ടിന്റെ കയ്യിലുണ്ട് ഫോട്ടോസ്. ഇതാ സാധനം അവിടെ. ഈ കുട്ടി എങ്ങനെയുണ്ട്? സുരേഖ അവിടെ നിന്ന് മാറി കേൾക്കുന്നുണ്ടാവും. നോക്കട്ടെ. ഈ കുട്ടി എങ്ങനെയുണ്ട്? ഈ കുട്ടി നമ്മളെ മോനക്ക് പറ്റിയ കുട്ടിയാവും. ഉണ്ടോ? അല്ല ഇതിപ്പോ മോനക്കല്ലാതെ ഞമ്മക്ക് പറ്റി നോക്കിയാ ഇവരൊക്കെ നമ്മളെ പെണ്ണുങ്ങളെ അറിയേണ്ടത്. അത് ഒഴിവാക്കാനായി അതിന് വയസ്സും കാര്യം എത്രയായി? ഇതിപ്പം ഞാൻ പഞ്ചായത്തിൽ കണ്ടപ്പോ അവിടെ നോക്കിയില്ലേ? അതാണ് നിങ്ങളെ പെണ്ണുങ്ങള്. ആന്ന് അത് ഒഴിവാക്കാനായില്ലേ? എനിക്ക് പറ്റുമോ നോക്ക്. നിങ്ങൾക്ക് വേണം തീര്. എനിക്ക് സ്ത്രീധനം മാട കിട്ടുന്നൊക്കെ എനിക്ക് വാങ്ങിത്തരാം. നദിയിലെ പറ്റിയ പ്രായ കുറച്ച് പെണ്ണുങ്ങളുണ്ട്. ഇതില് കല്യാണമൊക്കെ ഒഴിവാക്കി തീർത്ത പെണ്ണുങ്ങളൊക്കെ ഉണ്ട്. ഇതെങ്ങനെ നിങ്ങൾക്ക് പറ്റുമോ? അത് പറയാൻ തിരിച്ചാ
നിങ്ങൾ മറച്ചുകൂടി ഇതാ ഒന്നുകൂടി മറച്ചാ ആണ് ഇത് എടുത്താൽ ഇത് കുഴപ്പമില്ലല്ലോ. നമ്മളാ തീർത്തേക്കാട്ടിലെ സെൽബിയാക്കാന്റെ മോള് അതിന്റെ കാര്യം തീർത്തില്ല. അൽബി ഞാൻ നമ്മൾ തരൂല. ആ എന്നാ പിന്നെ വേറെ ഞാൻ അന്വേഷിക്കേണ്ടി വരും. അന്വേഷിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാന്. തറവാട് സ്വത്ത് മുതലൊന്നും വേണ്ടല്ലേ? കാണാൻ രസമാണ്. ഇത് സുലൈഖാനെ മാതിരി ആയത്. ഇപ്പൊ നിങ്ങളെ മോനക്ക് വേണ്ടാന്ന് ഈ ചെറുക്കനോട് ഇത് പറയാന്നാ മതി. എനിക്ക് കമ്മീഷൻ എത്ര ഞാൻ വാങ്ങിത്തരാം. കമ്മീഷൻ ഒന്നും വേണ്ട, നമുക്ക് പാവങ്ങളായിട്ട് ഇങ്ങനെ കുട്ടി പോയാൽ മതി, അത്രേ ഉള്ളൂ. ആയിക്കോട്ടെ. ആദ്യം ഞാൻ ഇന്റെ കാര്യം നമ്മൾ തീരുമാനമാക്കാം. ആയിക്കോട്ടെ. ഇത് മതി ചെറുക്കൻ്റെ. ആ പെണ്ണുങ്ങൾ അറിയണ്ടെന്നാല് പെണ്ണുങ്ങളോട് പറയണ്ടാന്ന്. ആ എന്നാ ഇവിടെ. ആ സുലൈഖ ഞാൻ പോരാട്ടോ. ഞാനേ ഈ അൽബിന്റെ ഒപ്പം പോയാണ്ടേ ഇങ്ങോട്ട് വന്നാ കാണിച്ചു തരാം. എനിക്ക് ഇങ്ങോട്ട് വന്നാ സുലൈഖ ഇങ്ങോട്ട് വാ. അതെ അതിനോട് ഞാനേ അൽബിന്റെ ഒപ്പം പോയാണ്ട് ഒരു സംഗതി ഉണ്ട് കാരണം അത് തീർച്ചയായിട്ടും വരഞ്ഞാത്ത കത്തിയിരിക്കണേ. ഇതാ നിന്റെ കഥ. കുത്താൻ വന്നാണോ? ഹൗസ് പോയിക്കോ. വാതിലടച്ചാ പോയിക്കോ. പോയിക്കാണ്ട് വാതിലടച്ചാ. പ്രശ്നമാവോ ഇത് അറിഞ്ഞു കഴിഞ്ഞാല് എനിക്ക് ഇവിടെ നാട്ടിൽ നടക്കണ്ടേ? എല്ലാരോടും പറയട്ടാ. അങ്ങനെ എത്ര ആൾക്കാർ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. എല്ലാം വരെ പറഞ്ഞിട്ടാ. എത്താ എനിക്ക് ധൈര്യമില്ലേ? പോരല്ലേ?